ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന മാതിരിയുടെ 126 ഈ എപ്പിസോഡിൽ 33 സങ്കീർത്തനം 17 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുകയാണ്. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു. അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കുന്നതിനാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. 33 സങ്കീർത്തനം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങളുടെ മുൻപാകെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. 16 വാക്യത്തിൽ നാം കേട്ടു, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. വീണ്ടും പറയുകയാണ്, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യുദ്ധമേഖലയിൽ, പ്രത്യേകിച്ച് ആധുനിക കാലത്തെ യുദ്ധത്തിൻ്റെ കാര്യമല്ല, പഴയ കാലത്ത് സങ്കീർത്തനക്കാരനായ ദാവീദ് ഒരു രാജാവും കൂടിയായിരുന്നതുകൊണ്ട് തൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് ദാവീദ് വ്യാഖ്യാനം നൽകുകയാണ്. അനേകം യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്, അനേകം കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കുതിര ആവശ്യമാണ്, കുതിരപ്പുറത്ത് കയറി പടയാളികൾ പോകണം. നമ്മുടെ രാജ്യത്തും മുൻപ് നടന്ന പല യുദ്ധങ്ങളിലും കുതിരപ്പടയാളികൾ എന്ന് പറയുന്ന വിഭാഗം തന്നെയുണ്ട്. കാലാളുണ്ട്, കുതിരപ്പടയാളികളുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. അശ്വാരൂഢരായ സേനകളുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അപ്പം അതിന് കുതിര ആവശ്യമാണ്. പക്ഷേ ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. കുതിര മനുഷ്യൻ്റെ ഉപയോഗത്തിന് വ്യർത്ഥമാകുന്നു എന്ന് പറയുന്നില്ല, പക്ഷേ ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. അതായത് യുദ്ധമേഖലയിൽ പടയാളിക്ക് സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതമായിരിക്കുവാനും അതോടൊപ്പം തന്നെ പടവെട്ടുവാനും ഒരു ഇരിപ്പിടം ആവശ്യമാണ്, ഒരു മാർഗം വേണം. അതിന് കുതിര ഉപയോഗിക്കും. പഴയകാലത്ത് യാത്രികർ കുതിരവണ്ടികളിലും കുതിരപ്പുറത്തും മറ്റും യാത്ര ചെയ്യുമായിരുന്നു. വലിയ കുന്നുകളിലും മലകളിലും സമതലങ്ങളിലുമൊക്കെ ചാടി സഞ്ചരിക്കുന്ന കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമായിരുന്നു. പക്ഷേ ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ഇതിന്ന് ആധുനിക സമൂഹത്തിന് നേരെയുള്ള ഒരു ചോദ്യചിഹ്നമായി ഈ ചോദ്യം ഉയർത്തുകയാണ്, ജയത്തിന് കുതിര വേണമോ? അന്ന് വ്യർത്ഥമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ മറുപടി പറയുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ്, ജയത്തിന് കുതിര വേണമോ? തൻ്റെ ബലം കൊണ്ട് അത് രക്ഷപ്പെടുത്തുമോ? ഇത് ഒരു പ്രത്യേക ചോദ്യമാണ്, പ്രത്യേകമായ ആഹ്വാനം കൂടിയ, ഒരു വലിയ തിരിച്ചറിവ് കൂടിയ. ദാവീദ് രാജാവ് ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു എന്ന് പറയുമ്പോൾ താൻ പഠിച്ചതും അനുഭവിച്ചതുമായ ചില മാർഗങ്ങൾ ഒരു പാഠപുസ്തകം പോലെ നമ്മളുടെ മുൻപാകെ തുറന്നിടുകയാണ്. കുതിരയെ വേണമെങ്കിലും അതുകൊണ്ട് ജയം പ്രാപിക്കുന്നില്ല. കുതിരപ്പുറത്തിരിക്കുന്നവൻ ബലഹീനനായാൽ കുതിര എത്ര നന്നതായിട്ടും കാര്യമില്ല. കുതിരപ്പുറത്തിരിക്കുന്നവൻ ശരിയായ രീതിയിൽ അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ, കുതിരയുടെ കടിഞ്ഞാൺ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അതിനിഷ്ടമുള്ള മേഖലയിലേക്ക് അത് പോകും. കുതിരപ്പുറത്തിരിക്കുന്നവന് സുരക്ഷിതമായി യാത്ര ചെയ്യാനോ യുദ്ധം ചെയ്യാനോ പറ്റത്തില്ല. ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ നമ്മളുടെ ഓരോ അനുഭവങ്ങളും ഇതുപോലെയല്ലേ? നമുക്ക് ലഭ്യമായിട്ടുള്ള ഓരോ അനുഭവങ്ങളും, പ്രിയമുള്ളവരെ, നമുക്ക് വേണം. നമുക്ക് വീട് വേണം, വാഹനങ്ങൾ വേണം, വസ്ത്രം വേണം, ആവശ്യത്തിന് പണം വേണം, 10 പുത്തൻ എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ളൊരു കരുതൽ വേണം, തിന്നാനും കുടിക്കാനും ഒക്കെ വേണം. പക്ഷെ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ
അത് അതുണ്ടെങ്കിലേ എനിക്ക് രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കുന്നതിലാണ് പ്രശ്നം. വീരനായവൻ എനിക്ക് കുതിര ഉണ്ടെങ്കിലേ പറ്റൂ, ഞാനൊന്നും ചെയ്യണ്ട എന്ന് ചിന്തിച്ചാൽ പ്രശ്നം. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയോടെ നിങ്ങളും ഞാനും ഒക്കെ ചിന്തിക്കണം. പണം എന്നൊരു കുതിരയെ പോലെ ആയിട്ടുണ്ട്, ചിന്തകൾ കുതിരയെ പോലെ ആയിട്ടുണ്ട്, ചിലർ ബുദ്ധി കുതിരയെ പോലെ ആയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പണം വേണം, പണത്തിലുള്ള അമിതാസക്തി വ്യർത്ഥമാണ്. ആശയങ്ങളും ചിന്തകളും വേണം, പക്ഷേ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ചിന്തകൾ കാട് കയറിപ്പോയാൽ അത് പ്രശ്നമാണ്. നമുക്ക് തോന്നുന്ന രീതിയിലൊന്നും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റത്തില്ല. ചിന്തയൊക്കെ കാട് കയറിപ്പോകും കേട്ടോ. ഈ കടിഞ്ഞാൺ വിട്ടുപോകും. നാവൊരു തീയാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. വ്യർത്ഥമായ രീതിയിലേക്ക് പോകും. ചിന്തിച്ചു പലതും നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയെന്ന്. ജീവിക്കാൻ ബുദ്ധി വേണം. ബുദ്ധി അധികമായ പ്രശ്നമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. ഓരോരുത്തരെക്കുറിച്ചും നമ്മൾ പഠിക്കണം. പഠിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അമിതമായിട്ട് പഠിക്കാൻ പോയാൽ പ്രശ്നമാണ്. ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ അവൻ്റെ ഉള്ളറകളിൽ ചെന്ന് അവൻ എന്തു പറയുന്നു എന്ന് നീ ആരാഞ്ഞറിയാൻ പോയാൽ അത് പ്രശ്നമാണ്. ജീവിത പങ്കാളിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാ, പോക്കും വരവും അന്വേഷിക്കുന്നത് നല്ലതാ. പക്ഷേ വരുന്നതിനും പോകുന്നതിനും വിളികൾ വരുന്നതിനെക്കുറിച്ചും കൂടുതലായി ചിന്തിച്ചാൽ അത് പ്രശ്നമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നം അതല്ലേ. ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയ്ക്ക് വരുന്ന ഫോൺ കോളുകൾ സംശയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് വരുന്ന ഫോൺ കോളുകൾ സംശയമാണ്. ചിലപ്പം ഭർത്താവ് പറയും, എടി ഞാൻ നിന്നെ സംശയിക്കുന്നു. അത് വെറും ഒരു പൊസസീവ്നെസ്സാണ്. പക്ഷെ നിങ്ങൾ എന്നെ കുറിച്ച് ചോദിക്കുന്നത് അത് നിങ്ങളുടെ അരഗൻ നേച്ചറാണ്. അപ്പൊ പൊസസീവ്നെസ് എന്നും പറയും, അരഗൻ നേച്ചർ എന്നും പരസ്പരം പറയും. അതായത് എനിക്കുണ്ടാകുന്ന സംശയം അത് സംശയമേ അല്ല, മറ്റുള്ളവരുടെ ചോദ്യം എന്നെ സംബന്ധിച്ച് സംശയമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചിന്തകൾ കാട് കയറി പോകരുത്. ചില രഹസ്യങ്ങൾ രഹസ്യമായിട്ടിരിക്കണം. എല്ലാവരും നമ്മളെക്കുറിച്ച് പറഞ്ഞു, അവൻ എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത്, അങ്ങ് ആലോചിച്ച് കൂട്ടുക, ചെവി വട്ടം പിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പ്രായമൊക്കെ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ചില പറയും ചെവി കേൾക്കത്തില്ല എന്ന് പറയും. ചിലരെക്കുറിച്ച് പറയും ചില കാര്യങ്ങൾ ഉറക്കം പറഞ്ഞാലും കേൾക്കത്തില്ല, പക്ഷേ അവരെക്കുറിച്ച് എന്തെങ്കിലും കുറ്റമോ വല്ലതും പറഞ്ഞാൽ അന്നേരം കേൾക്കും, പതിയെ പറഞ്ഞാലും കേൾക്കും. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ചിന്തിച്ചോണം, ഈ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കത്തില്ലെന്നൊക്കെ പറയത്തില്ലയോ, പകുതി ചുമ്മാതാ കേട്ടോ. അതിന് 2 കാരണങ്ങളുണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയണം. നിങ്ങളെക്കുറിച്ച് തെറി പറയുന്നത് അവർ കേട്ടു എന്ന് പറയുന്നത് അവർക്കൊരു മനോവേദനയാണ്. കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇതിൽ 2 ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. ചിന്തകൾക്ക് നിയന്ത്രണം വേണം, ആലോചനകൾക്ക് നിയന്ത്രണം വേണം. ഒത്തിരി ചിന്തിച്ചു കൂട്ടിയിട്ട് രക്ഷപ്പെടണമെന്നില്ല, ഒത്തിരി വാരിക്കൂട്ടിയിട്ട് രക്ഷപ്പെടണമെന്നില്ല. ബാങ്കിൽ ഇഷ്ടംപോലെ പണം കിടപ്പുണ്ട്, ശരി, ഒരു കുതിരയെപ്പോലെ നമുക്കോർക്കും ഇതുണ്ടെങ്കിൽ ഞാൻ ജയിക്കും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ പ്രാവശ്യം കൊറോണയൊക്കെ വന്നു പോയപ്പോൾ പലർക്കും ആ ഒരു പിൻ നമ്പർ പോലും, ATM-ൽ കിടക്കുന്ന പണം എടുക്കാനുള്ള പിൻ നമ്പർ പോലും ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി ഇല്ലാതെ പോയി. പെട്ടെന്ന് അസുഖം ബാധിച്ചവർ, ഇരിക്കുന്നിരിപ്പിൽ മരണമോ മറ്റോ സംഭവിച്ചാൽ, ഷെയർ മാർക്കറ്റിൽ എത്ര ഉണ്ട്, റിയൽ എസ്റ്റേറ്റിൽ എത്രയുണ്ട്, എത്ര കിട്ടാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, ഇതൊന്നും ഒന്ന് പറയാൻ പോലുള്ള അവസരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പണം ഉണ്ടായിട്ട് ആരും വിജയിച്ചെന്ന് ചിന്തിക്കണ്ട. ചില കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ ഭയങ്കര മിടുക്കരാണ്, ശരിയാണ്, അവരൊത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ നന്നായി പഠിച്ചു, നന്നായി റാങ്ക് വാങ്ങിച്ചു, അതുകൊണ്ട് ജീവിതത്തിൽ വിജയം കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അധികം പഠിക്കാത്തവനും അധികം മാർക്ക് കിട്ടാത്ത ഒരു മോഡറേറ്റ് ലെവലിൽ പോയിട്ടുള്ളവരൊക്കെ ജീവിതത്തിൽ ഉയർന്നിട്ടുണ്ട്. ചിലർക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ IAS, IPS, IFS ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വിജയപ്പെടണമെന്നില്ല. ചിലർ 35-ാമത്തെ വയസ്സിൽ മന്ത്രിയായവരുണ്ട്, മറ്റു ചിലർ 45-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായവരുണ്ട്. അതിനപ്പുറമായിട്ട് അധികമൊന്നും പോയി കാണത്തില്ല. ചിലരൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ തന്നെ 67 വയസ്സായി. ജോ ബൈഡൻ അതിനേക്കാൾ പ്രായമായി. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ കിട്ടേണ്ട സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെയുണ്ട്.
അതിനെക്കുറിച്ച് പരിതപിക്കണ്ട. നമ്മളുടെ വിജയത്തെക്കുറിച്ച്, നമ്മൾ ജീവിതത്തിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് ഇപ്പോൾ ചിന്തിക്കണ്ട. നല്ലൊരു ജോലി സമയത്തിന് മുമ്പേ കിട്ടി, നല്ല കല്യാണം കഴിച്ചു, നല്ല വീട് വെച്ചു, 30 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ലക്ഷങ്ങൾ FD ഉണ്ട്, അല്ലെങ്കിൽ 50 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, പേരും പെരുമയും ഒക്കെ കിട്ടി, അതുകൊണ്ടൊന്നും വിജയം പ്രാപിച്ചു എന്ന് ചിന്തിക്കണ്ട. അവിടെ കൊണ്ടൊന്നും ജയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളും ഞാനും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒരു കാര്യം ഓർക്കാം, ഹൃദയപൂർവ്വം ഒരു കാര്യം ഓർക്കാം. ദൈവമേ, വിജയം നീ തരുന്നതാ. വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളായി ഭൗതിക സുഖസൗകര്യങ്ങളെ കണ്ടാൽ മതി. അതിനൊക്കെയുള്ള ചെറിയ മാർഗമാണ്, അതിനുവേണ്ടിയൊക്കെയുള്ള ഒരു പിന്തുണയെന്ന് മാത്രം കണ്ടാൽ മതി. യുദ്ധത്തിൽ പോരാടുന്ന പടയാളിക്ക് വേണ്ടുന്ന ഭൗതികമായ ചെറിയ പിന്തുണയായി മാത്രം കുതിരയെ കണ്ടാൽ മതി. അതുകൊണ്ടാണ് ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു എന്ന് പറയുന്നത്. അതിലിരിക്കുന്ന പടയാളിക്ക് ധീരത കാണണം, ധൈര്യം വേണം. പടയാളി പോരാടണം, അവന് ബുദ്ധിയോടും യുക്തിയോടും പ്രവർത്തിക്കണം. അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വലിയ കരുണയുണ്ടാകണം, ഇവൻ വിജയിക്കണമെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കുതിരയില്ലെങ്കിലും, നിങ്ങൾക്ക് പടത്തലവന്മാരില്ലെങ്കിലും, അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ലെങ്കിലും തോറ്റു എന്ന് ചിന്തിക്കണ്ട. കുതിരയില്ലേലും നീ ജയിക്കും. അതായത് നിനക്ക് ഭൗതികമായ പിന്തുണയില്ലെങ്കിലും, സഹോദരി നിക്ഷേപങ്ങളില്ലെങ്കിലും, നല്ല കുടുംബജീവിതം കിട്ടിയില്ലെങ്കിലും, ഇതുവരെയും തലമുറയെ കിട്ടിയിട്ടില്ലെങ്കിലും, ജോലി ആയിട്ടില്ലെങ്കിലും, പഠിത്തം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നീ ജയിക്കും കേട്ടോ. ജയത്തിന് മാനദണ്ഡങ്ങൾ ഒത്തിരിയുണ്ട്. ഇന്നത് കിട്ടിയാലേ ഞാൻ ജയിക്കൂ എന്ന് ചിന്തിക്കരുത്. ഇന്നത് കഴിച്ചാലേ വയറ് നിറയുമെന്ന് ചിന്തിക്കരുത്. ഇന്നത് ഉടുത്താലേ പൂർണ്ണത കിട്ടുമെന്ന് ചിന്തിക്കരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാതെ പോകുന്ന അതാ. ഉള്ളവൻ നെയ്മീനും കരിമീനും ചെമ്മീനും ഒക്കെ കഴിക്കും, വലിയ വീടുകൾ വയ്ക്കും, വില കൂടിയ ബ്രാൻഡഡ് ഷർട്ടുകൾ വാങ്ങിക്കും, പാൻറ്റുകൾ വാങ്ങിക്കും, ഇന്നർവേഴ്സ് പോലും ആയിരക്കണക്കിന് വിലയുള്ളത് വാങ്ങിക്കും. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഓർത്തോണം, 10,000 രൂപ 12,000 രൂപയുടെ ടീഷർട്ടും ഇട്ടെന്നിരിക്കാം. ചിലപ്പോൾ നമ്മളുടെ അത്യാവശ്യത്തിന് 300 രൂപ കൊടുത്താലും 250 കൊടുത്താലും ഒരു ടീഷർട്ട് കിട്ടും മോനെ. 7,500 രൂപയുടെ ഷൂസ് നിനക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ നിന്റെ സാഹചര്യം അനുസരിച്ച് 450 രൂപ കൊടുത്താലും ഷൂസ് കിട്ടും. ഓൺലൈനിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഇതൊക്കെ കിട്ടും കേട്ടോ. നിനക്ക് യാത്രയ്ക്ക് ഒരു സാമാന്യമായ സ്കൂട്ടി ഉണ്ടെങ്കിലും സാധാരണമായ ബൈക്ക് ഉണ്ടെങ്കിലും നിനക്ക് പോകാൻ പറ്റും. ചിലപ്പോൾ അതിന് പകരമായിട്ട് 2 ലക്ഷത്തിൻ്റെയും 2.5 ലക്ഷത്തിൻ്റെയും ബൈക്ക് നീ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. കഴിക്കുന്നത് വില കൂടിയ പദാർത്ഥങ്ങൾ മാത്രമാകണമെന്ന് നിർബന്ധമില്ല. മത്തിക്കൊക്കെ നല്ല രുചിയുണ്ട് മക്കളെ, അയലയ്ക്കും ചുവന്ന മീനുമൊക്കെ അതിൻ്റെ രുചിയുണ്ട്. ഇതൊക്കെ കഴിച്ചെങ്കിൽ മാത്രമേ, രുചി പിടിച്ചെങ്കിലേ ചെമ്മീൻ്റെയും കരിമീൻ്റെയും ഒക്കെ രുചി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. എന്നും ചെമ്മീനും കരിമീനും കഴിച്ച്, എന്നും ബ്രോസ്റ്റഡ് ഫിഷസും ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച്, വലിയ വലിയ കടകളിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ രുചി നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായി ആസ്വദിക്കണം. ഇടയ്ക്കൊക്കെ പോയി കഴിച്ചോ, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നല്ല വസ്ത്രങ്ങൾ വാങ്ങിയിട്ടോ, അല്ലെങ്കിൽ നല്ല ഒക്കേഷനിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ടോ. അല്ലാതെ വെറുതെ പോകുമ്പോൾ, വേർത്ത് കുളിച്ച് പണിയാൻ പോകുമ്പോൾ, കഷ്ടപ്പാടിന് പോകുമ്പോൾ സാധാരണ മതി. 150 രൂപയുടെ ഉടുപ്പും കിട്ടും, 200 രൂപയുടെ ചെരുപ്പും കിട്ടും. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഇതുകൊണ്ടൊന്നും ജീവിതത്തിൽ വിജയം ആരും നേടിയെന്ന് വിചാരിക്കണ്ട. നീ സാധാരണ ഭക്ഷണം രുചികരമായി ലഘുവായി കഴിച്ചതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കണ്ട. പണ്ടൊക്കെ പിള്ളേർക്ക് മടിയായിരുന്നു സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ, പൊതി കെട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടാൻ. അപ്പോൾ ചില പിള്ളേർക്ക് നല്ല കൂട്ടാനൊക്കെ കാണും, ബീഫും ചിക്കനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കാണും. എന്നാൽ ചിലപ്പോൾ ഒരു പാവം പിടിച്ചവന് ചിലപ്പോൾ ഒരു ചമ്മന്തിയും ഒരു ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടിയോ ഒരു ഉണക്കമീനോ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ആ ഉണക്കമീനും കൂട്ടി, ഉരുളക്കിഴങ്ങും കൂട്ടി, ചമ്മന്തിയും കൂട്ടി കഴിക്കുന്നവൻ്റെ രുചി അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. ഓലപ്പരയെ കിടന്നാലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇന്ന് എന്തുകൊണ്ടാണ് വലിയ കൊട്ടാരം വെച്ചിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റാത്ത? ചിലർ പറയും എൻ്റെ വലിയ സ്വപ്നമാണ്
ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് മാറി നല്ലൊരു സ്ഥലം വാങ്ങിക്കണം, വീട് വെക്കണം. പക്ഷെ ഈ വീട് വെച്ചിട്ട് നിനക്ക് തൃപ്തിയായോ? അതിൻ്റെ ലോൺ അടയ്ക്കാനുള്ള പരവേശം, അതിൻ്റെ ബാധ്യത തീർക്കാനുള്ള ഓട്ടം. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർത്തോണം, ഉറക്കം പിന്നെയും കുറയും, പ്രഷർ പിന്നെയും കൂടും, ഷുഗർ പിന്നെയും താഴും. അതുകൊണ്ടൊന്നും വിജയം പെടേണ്ടതില്ല. അതുകൊണ്ട് ഓർത്തോ, നിങ്ങളും ഞാനും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, ഞാനിങ്ങനെ എൻ്റെ ബുദ്ധിയുടെയും യുക്തിയുടെയും സമ്പത്തിൻ്റെയും കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുക. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവം താങ്ങി നടത്തുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം യാത്ര ചെയ്യുകയാണ്. ഈ കുതിരകളൊക്കെ നമുക്കെതിരാകും. ഇന്ന് നാം വിശ്വസിക്കുന്ന കുതിര മാറിച്ചാടിയെന്നിരിക്കും, ഇന്ന് നാം വിശ്വസിക്കുന്നവരെതിരായെന്നിരിക്കും. എന്നാൽ അതിനപ്പുറമായിട്ട് സ്ഥിരമായി നിൽക്കുന്ന ഒരു സ്ഥിരത നമുക്ക് വേണം, ഒരു സ്ഥൈര്യ ഭാവം നമുക്ക് വേണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, തൻ്റെ ബലാധിക്യം കൊണ്ട് കുതിര ആരെയും വിടുവിക്കുന്നില്ല, തൻ്റെ ബലാധിക്യം കൊണ്ട് കുതിര ആരെയും വിടുവിക്കുന്നില്ല. ആയതുപോലെ നമുക്ക് ഭൗതികമായി കിട്ടിയ ഒരനുഭവവും ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ശക്തി കൊണ്ടോ നമ്മളെ രക്ഷപ്പെടുത്തുന്നില്ല. നിത്യജീവിതത്തിന് ഇത് ആവശ്യമാണ്, ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. ആവശ്യത്തിന് ഇത് വേണം. പക്ഷെ അതിനോടുള്ള അമിതമായ ആസക്തി നമ്മൾ ഉപേക്ഷിക്കണം. ജീവിതത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരണം. അങ്ങനെയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവനെ, നിനക്ക് ഒരു മാസം 12,000 രൂപ 10,000 രൂപയെ വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചു. ദൈവകൃപയോടും നന്മയോടും ജീവിച്ചാൽ ആ 12,000-ൽ ചിലപ്പോൾ 10 രൂപ ചിലവാക്കിയിട്ട് 2,000 മീതി വരും. ചിലപ്പോൾ പ്രിയപ്പെട്ടവളെ, നിനക്ക് വരുമാനം 2.5 ലക്ഷമായിരിക്കാം. ദൈവകൃപയില്ലാതെ തോന്നുന്ന രീതിയിൽ ജീവിച്ചാൽ 50,000 പിന്നെ നിനക്ക് കടമാകാം. ഈ ലോകത്ത് എന്തുകൊണ്ടാണ് വലിയ വലിയ ബിസിനസ്സുകളൊക്കെ നടത്തിയവർ പൊട്ടിപ്പോകുന്നത്? നല്ല പദവിയിലാണ്, വലിയ വരുമാനമുണ്ട്, അവർക്ക് അതുകൊണ്ട് മാറ്റമില്ലാത്ത എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചോണം പ്രിയമുള്ളവരെ, സമ്പത്തിൻ്റെ ബലാധിക്യമോ ബുദ്ധിയുടെ ബലാധിക്യമോ സഹോദരങ്ങളുടെ ബലാധിക്യമോ പദവികളോ ഒന്നും നമ്മളെ രക്ഷപ്പെടുത്തത്തില്ല. ചിലപ്പോൾ ഏറ്റവും ലഘുവായ സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിലും നിനക്ക് ദൈവം തരുന്ന രോഗത്തിൻ്റെ അളവ് കുറവായിരിക്കും. ചില സമയത്ത് ചിലപ്പോൾ മറ്റ് വെറുതെ ചെലവുകൾ കുറവായിരിക്കും. നീ സമ്പാദിച്ചുകൊണ്ട് വരുന്ന സ്വത്ത് നിന്റെ മക്കൾ അപഹരിച്ചുകൊണ്ട് പോകുകയും മറ്റുള്ളവർ ചതിച്ചുകൊണ്ട് പോകുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ 4ഉം 5ഉം കിട്ടിയിട്ടും കാര്യമില്ല. എനിക്ക് നേരിട്ട് പരിചയമുള്ള പലരുമുണ്ട്. ചിലരുണ്ട് വളരെ ചുരുങ്ങിയ സാലറിയാണ്, പക്ഷെ അവർക്കത് സന്തോഷമാണ്. അവരുടെ ആ മാസത്തിൽ കിട്ടുന്ന ചെറിയ സാലറിയേ ഉള്ളെങ്കിലും അവർ നല്ല വിശുദ്ധമായി പ്രാർത്ഥനയോടെ നന്നായി ജീവിക്കുന്നുണ്ട്. എന്നാൽ അവരൊരു മാസം വാങ്ങുന്ന സാലറി തോന്നുന്ന രീതിയിൽ ജീവിച്ച് ഒരു ദിവസം കൊണ്ട് നേടുന്ന വ്യക്തികളുമുണ്ട്. അവർക്കതുകൊണ്ട് എന്ത് നേട്ടമുണ്ടെന്ന് അറിയത്തില്ല. പിന്നീട് കേൾക്കുന്നത് സൂയിസൈഡുകളും അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചു നോട്ടങ്ങളും ഒന്നുമില്ലാതെ ജീവിക്കുന്ന അനുഭവങ്ങളുമാണ്. വലിയ ഫിലിം സ്റ്റാറുകളും സ്പോർട്സ് സ്റ്റാറുകളും ബിസിനസ്സുകാരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ യൗവനത്തിളപ്പിൽ അവർ ലക്ഷങ്ങൾ സമ്പാദിച്ചു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ അവസാനം വന്നപ്പോൾ കയറി കിടക്കാൻ പോലും ഇടമില്ല. ഭർത്താവ് ചതിച്ചു എന്നും കൂടെ ഉണ്ടായിരുന്നവൻ ഇട്ടിട്ട് പോയെന്നും പിള്ളേർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വെള്ളി വെളിച്ചത്തിൽ നിന്ന് പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഞാനും ആരോഗ്യത്തോടും ബലത്തോടും ഒക്കെ ആയിരിക്കുമ്പോൾ ഇതൊന്നും എനിക്ക് സ്ഥിരമായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം എന്ന് എഴുത്തച്ഛൻ പാടിയിട്ടുള്ളത്. നമ്മളുടെയൊക്കെ ജീവിതത്തിലും ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകണം. ഹൃദയപൂർവ്വം നമ്മളുടെ മനസ്സിലുണ്ടാകണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നുള്ള കവിവാചകം പോലെ നമ്മുടെ ജീവിതത്തിനും അതിനെക്കുറിച്ച് ദർശനമുണ്ടാകണം. ദൈവം തന്നിരിക്കുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ട്. ആ അവസരങ്ങൾ മുതലാക്കി മറ്റുള്ളവന് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കണം. വീണ്ടും വായിക്കുന്നു, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. കുതിര വ്യർത്ഥമായി പോകട്ടെ, അതിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെടുത്താതിരുന്നു കൊള്ളട്ടെ. എന്നാൽ യഹോവയുടെ ദൃഷ്ടി അവൻ്റെ ഭക്തന്മാരുടെ മേൽ തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലുണ്ടാകും. ചിലർക്ക് ദൈവം ഒത്തിരി ഒന്നും കൊടുക്കണമെന്നില്ല. കുതിരയെ കൊടുക്കണമെന്നില്ല, കുതിരവണ്ടി കൊടുക്കണമെന്നില്ല, സമ്പത്ത് കൊടുക്കണമെന്നില്ല, പ്രതാപം കൊടുക്കണമെന്നില്ല. തൻ്റെ ദയ കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കും. ഭാരതപുരാണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹൃദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ നടത്തുന്ന യുദ്ധം. അതിൽ കൗരവരിൽ മുതിർന്നവനായ ദുര്യോധനൻ
ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നു. അർജുനനും ആ സമയത്തുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണ്. ഉണരുന്നത് വരെ നോക്കിയിരുന്നു ദ്വാരകയിൽ, കൊട്ടാരത്തിൽ. ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ദുര്യോധനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ആദ്യം ചോദിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ യുദ്ധം വരികയാണ്, ഞങ്ങളെ സഹായിക്കണം. അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, പക്ഷെ ഞാൻ യുദ്ധത്തിൽ ആരുടെ കൂടെ നിൽക്കുന്നുവോ ഞാൻ ഒരായുധം പോലും ഞാൻ എടുക്കത്തില്ല. ഒരായുധം എടുക്കാതെ ഞാൻ പോരാടും. പക്ഷെ ഞാൻ എവിടെ നിൽക്കുന്നുവോ അതിനെതിരായി എൻ്റെ സൈന്യം നാരായണീയം യുദ്ധം ചെയ്യും. അപ്പം അത് കേട്ടപ്പോൾ ദുര്യോധനെ ചിന്തിച്ചു, എടാ ഞാൻ എന്തിനാടാ ഈ ഒരായുധം പോലും എടുക്കാത്ത ശ്രീകൃഷ്ണനെ പിന്തുടരുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നാരായണീയം സൈന്യം മതി എനിക്ക്. ആയുധമെടുക്കാതെ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നവനെ എനിക്ക് വേണ്ട. പക്ഷെ അർജുനൻ ചിന്തിച്ചത് അങ്ങനെയല്ല. ആയുധം എടുത്തില്ലെങ്കിലും വേണ്ടില്ല, ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം മതി. അവനതാ തിരഞ്ഞെടുത്തത്. അവർ വിജയം പ്രാപിക്കുകയും ചെയ്തു. പാണ്ഡവർ വിജയം പ്രാപിക്കുകയും ചെയ്തു. കൗരവരോ ഒന്നൊഴിയാതെ എല്ലാവരും പട്ടുപോയി. പ്രിയമുള്ളവരെ, ആയുധം കൂടെ ഉണ്ടായിട്ടോ ആയുധത്തോടെ പോരാടുന്ന സൈന്യമുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. സർവേശ്വരൻ്റെ ദയ മനുഷ്യന് വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ദയയാണ് ഏറ്റവും പ്രധാനം. ദൈവത്തെ പിന്തുടരുന്നവർ, അവനെ സ്വീകരിക്കുന്നവർ, അവൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ അവൻ്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ടാകും. ചുറ്റുമുള്ളവരൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരുടെ പണിക്ക് പോകട്ടെ, നിന്നെ എനിക്ക് വേണ്ടാന്ന് നാട്ടുകാർ പറയട്ടെ, നിനക്ക് ജീവിക്കാൻ അറിയത്തില്ല എന്ന് സ്നേഹിതർ പറയട്ടെ, കുഴപ്പമില്ല, ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കും. എൻ്റെ സർവശക്തൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഇതുവരെ അവൻ ഇടപെട്ടിട്ടില്ല എന്ന് തോന്നുന്നു, ഇനി എന്നാ ദൈവം ഇടപെടുന്നതെന്ന് ചിന്തിക്കും. ദൈവം ഘട്ടം ഘട്ടമായി ഇടപെടും. പ്രിയമുള്ളവരെ, നമ്മൾ കാത്തിരിക്കേണ്ടത് അവൻ നാളെ എന്തെങ്കിലും ആകാശം ചൊരിഞ്ഞ് തരുമെന്നല്ല, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ മതി. ദൈവമേ കരുണ കാണിക്കണമേ, ദയ കാണിക്കണമേ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത്, കർത്താവേ എന്നോട് ഉത്തരമരുളി ചെയ്യണമേ, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് മനസ്സല്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്നോ തരണമെന്നൊന്നും പറയണമെന്നില്ല. തളർന്നു കിടക്കുന്നവൻ നാളെ ചാടി എണീക്കണമെന്നോ പരാജയപ്പെട്ടവന് നാളെ വിജയം കിട്ടണമെന്നോ അല്ല. ദൈവമേ നീ ദയ കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പരാജയമെന്ന് തോന്നുന്നിടത്തുകൂടിയും ദൈവം വലിയ വിജയം നൽകും. ചിലപ്പോൾ ഉന്നത ജോലി കിട്ടിയില്ലേലും ദൈവം നമ്മളെ നടത്തും. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ സമ്പത്ത് വർദ്ധിച്ചിട്ട് നിന്നെ നിന്ദിക്കാതെയും ദാരിദ്ര്യം വർദ്ധിച്ചിട്ട് നിന്നെ ദുഷിക്കാതെയും ജീവിക്കുന്ന ഒരു അനുഭവം ശലോമോൻ രാജാവ് പറഞ്ഞതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. സമ്പത്ത് വർദ്ധിച്ചിട്ട് നിന്നെ നിന്ദിക്കരുത്, ദാരിദ്ര്യം വർദ്ധിച്ചിട്ട് ദൈവമേ നിന്നെ ദുഷിക്കരുത്. ആ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ കാണിക്കും. അതായത് ഞാനും നിങ്ങളും എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഇന്നത് തരിക എന്ന് പറയുമ്പോൾ ദൈവം തരാനിരിക്കുന്ന ചില നന്മകൾ മാറിപ്പോകുകയാണ്. ദൈവം തന്നെ ചിന്തിക്കടാ, ഇവന് ഞാനിതല്ലല്ലോ കൊടുക്കാനിരുന്നത്, ഇവൻ പിന്നെയും ഈ പറയുന്ന ചീള് കേസിന് വേണ്ടിയൊക്കെയാണല്ലോ അവിടെ യാചിക്കുന്നത്. അതല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അതുകൊണ്ട് തന്നെ ആ പാട്ടുകാരൻ പാടിയിട്ടുള്ളത്, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ ദൈവത്തിൻ്റെ ദയയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അനുഭവം ഇതാ. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ, ക്ഷാമത്തിൽ നിന്ന് ജീവനോടെ രക്ഷിക്കുവാൻ ഉള്ള മനോഭാവത്തോടെ ദൈവം ഇരിക്കുകയാണ്. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ, നമ്മളൊക്കെ എപ്പോഴും പറയും മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. ഏത് നിമിഷവും നമ്മൾക്ക് മരണം വരാം. യാത്ര ചെയ്യുമ്പോഴാകാം, ഉറങ്ങിക്കിടക്കുമ്പോഴാകാം, നടക്കുമ്പോഴാകാം, ഇരിക്കുമ്പോഴാകാം, ഭക്ഷണം കഴിക്കുമ്പോഴാകാം. പക്ഷെ അതിൽ നിന്ന് ചില നീക്കുപോക്കുകളുണ്ട്. ക്ഷാമങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള ചില അനുഭവങ്ങളുണ്ട്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, എൻ്റെ ദൈവമേ മരണത്തിൽ നിന്ന് നീ എന്നെ വിടുവിക്കണം.
അതായത് ഭൗതിക മരണത്തിൽ നിന്ന് മാത്രമല്ല, ആത്മമരണത്തിൽ നിന്ന് വിടുവിക്കണം, നിത്യനാശത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും വിടുവിക്കണം. ഒത്തിരി ക്ഷാമങ്ങളും ദുരിതങ്ങളും കലഹങ്ങളും യുദ്ധങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ രാജ്യങ്ങളോട് എതിർക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്നൊരു വിടുതൽ കിട്ടണം. ദൈവമേ, ക്ഷാമത്തിൽ നിന്ന്, യുദ്ധത്തിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, വർഗീയതയിൽ നിന്ന് എൻ്റെ നാട് സംരക്ഷിക്കപ്പെടണം. നമ്മൾ മാത്രമല്ല, മറിച്ച് നിത്യജീവനിലേക്കുള്ള ഒരു പ്രവേശനത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കണം. അവൻ നമ്മുടെ സഹായമാണ്. അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഹൃദയം സന്തോഷിക്കും. ദൈവത്തിൽ പ്രത്യാശ വെച്ച് അവൻ്റെ ദയക്കായി കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. കാത്തുകാത്തേകനായി നിൻ വരവോർത്തു ഞാൻ, നാളെത്ര നീക്കിയൻ യേശുദേവാ. കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും, മാറാത്ത വാക്കു നീ തന്നതല്ലോ. കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും, മാറാത്ത വാക്കു നീ തന്നതല്ലോ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകും.